ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മൾ പുതിയ വ്ളോഗ് എന്ന് പറയുന്നത് ഉച്ചത്തെ ലഞ്ചിന് നമുക്ക് വെണ്ടയ്ക്ക മുളകിട്ടത് ഉപ്പേരിയും മീനൊക്കെയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എനിക്ക് അലർജിയാണ്. എന്നിട്ട് പെരുംജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവാള, 1 ഇഞ്ചി പിന്നെ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്കൊന്ന് വയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 4-5 അത് ഞാൻ പറയാൻ മറന്നു പോയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം. എന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. അപ്പം നമ്മൾ എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഇത് വയറ്റി വന്നിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 മുളകാണ് നടു ചീന്തിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വെണ്ട ഇട്ട് കൊടുക്കാം. നടുത്തര ഒരു വെണ്ടയാണ് എടുത്തിട്ടുള്ളത്, ഒരു 5-8 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ മസാലയിൽ നമുക്ക് ആ വെണ്ട ഇട്ട് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ആ മസാലയിൽ വെണ്ട ഇങ്ങനെ നമ്മൾ വാട്ടി കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കത് വേവാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള തക്കാളി അരിയാണ്, 2 തക്കാളി, പിന്നെ പുളി നമ്മൾ വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ വെണ്ട വെന്ത് വന്നിട്ട്, അതായത് വേവിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വെണ്ടയ്ക്കയിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മുളക് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. അപ്പം അതിലേക്ക് പിടിക്കാൻ നമ്മൾ നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസും ടിക്ടോക്കൊക്കെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും വീഡിയോ കാണണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 2 തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞു കൊടുത്തത് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ എല്ലാം കൂടി എടുത്തിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളത് നേരത്തെ മിക്സ് ചെയ്തല്ല ഇതും ഇപ്പോൾ തക്കാളിയൊക്കെ അതിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വരട്ടിയാണ് ഇവിടെ വെക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് വറ്റിച്ച് വെക്കുന്നത് കൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടെ വെള്ളത്തിൽ ഇതാക്കിയിട്ട് നമുക്കത് വേവാൻ വയ്ക്കാം. നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഉച്ചക്കുള്ള പയറുപ്പേരിയാണ്. പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണക്കൽ പൊരിച്ചതാണുള്ളത്. അത് നമ്മൾ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ വെണ്ടക്കറി നോക്കാം. നമ്മളെ വെണ്ടക്കറി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പയറുപ്പേരിയാണ്. പയറുപ്പേരിക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു, പിന്നെ കടുക് ഒഴിച്ചു കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ പയറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേവാൻ വേണ്ടി വയ്ക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പയറുപ്പേരി റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് വിളമ്പാം. എന്നതിന് ശേഷം നമുക്ക് നമ്മളെ വെണ്ടക്ക മുളകിട്ടതും പയറുപ്പേരിയും നമ്മൾ സൈഡിൽ വെച്ച് കൊടുക്കാം. മീനും വെച്ച് കൊടുത്തു. പിന്നെ ഒരു ചെറിയ നെല്ലിക്കയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട വളരെ നന്ദിയുണ്ട്. അപ്പം താങ്ക് യു. വേറൊരു വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.